ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാണ്? കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഏതാണ്? ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്. അടുത്തത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഡെവലപ്പ് ചെയ്തത് ഗാർഡ്നർ ആണ്. ആരാണ് ഫസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്? ആരാണ്? ആൽഫ്രഡ് ബിനേറ്റ് ആണ്. ലോ ഓഫ് എഫക്റ്റ് ആരുടെയാണ്? തോണ്ടേക്കിൻ്റെയാണ്. ഇനി കുട്ടിയുടെ മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് ക്രൊണോളജിക്കൽ ഏജിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? മെൻ്റലി ചാലഞ്ച്ഡ് ആയിരിക്കും. ഇനി നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാറുകൾ, ക്ലിക്കുകൾ, ഐസൊലേറ്റ്സ് ഇവരെയൊക്കെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് ഏതാണ്? സോഷ്യോമെട്രിയാണ്. പിയാഷയുടെ ഏത് സ്റ്റേജിലാണ് ഒബ്ജക്റ്റ് പെർമനൻസിനെ കുറിച്ച് പറയുന്നത്? ആവർത്തിക്കുന്നൊരു ചോദ്യമാണ്. ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ഡെവലപ്മെൻറ്റൽ ടാസ്ക് പോപ്പുലറൈസ് ചെയ്തത് ഹാവി ഹേസ്റ്റ് ആണ്. ഇനി ഗിൽഫോർഡ് മോഡലിൽ 3 ഡയമെൻഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നല്ലോ. ഏതൊക്കെയാണ്? ഓപ്പറേഷൻ, കണ്ടൻറ്റ്, പ്രോഡക്റ്റ്. ഇത് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇത് ഡീൽ ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയറിലുള്ള ചേഞ്ചസിനെ കുറിച്ച്. നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. ആക്സിലറേഷൻ ഈസ് എ മെത്തേഡ് യൂസിങ് ഫോർ എഡ്യൂക്കേറ്റിംഗ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ഈ ചോദ്യം ഇന്നലെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇമോഷണൽ ഇൻ്റലിജൻസ് പോപ്പുലറൈസ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഗോൾമാൻ എഴുതുക. ആരാണ് ആ ടേം കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ പീറ്റർ സലോവയും ജോൺ മെയറും ചേർന്നിട്ടാണ്. വാഹനങ്ങളുടെ ശബ്ദം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നല്ലേ. അപ്പം ഞാൻ ഈ സമയത്ത് അധികം അങ്ങനെ വീഡിയോ ചെയ്യാറില്ല, രാത്രിയിലാണ് ചെയ്യുന്നത്. റോഡ് സൈഡിലായതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിച്ചേക്കണേ. ക്രിയേറ്റിവിറ്റി ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഡൈവേർജൻറ്റ് തിങ്കിങ്. ഗ്രേഡിംഗ് റിലേറ്റഡ് വിത്ത് ഗ്രീക്ക് വേർഡ് ഗ്രാഡസ്. അതിൻ്റെ മീനിങ് എന്താണ്? സ്റ്റെപ്പ് എന്നാണ്. ദ സ്റ്റഡി അബൌട്ട് എ ഗിഫ്റ്റഡ് ചിൽഡ്രൻ വാസ് ഇനിഷ്യേറ്റഡ് ബൈ. ആൻസർ ഏതാണ്? ടെർമാൻ ആണ്. യൂസിങ് സ്പെസിഫിക് തിങ്കിങ് സ്കിൽസ് ടു റീച്ച് എ റീസണബിൾ കൺക്ലൂഷൻ ഈസ് കൺവെർജൻറ്റ് തിങ്കിങ്. അടുത്തത് ഹൂ ഡെവലപ്പ് ദ ഇൻട്രാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം ഇൻ എഡ്യൂക്കേഷൻ ഫോർ ഇൻക്രീസിങ് ടീച്ചിങ് എഫക്റ്റീവ്നെസ്. അപ്പം ഈ ഇൻട്രാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം ആരുടെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഫ്ലാൻഡർ ആണ് കേട്ടോ. അപ്പോൾ അതറിയപ്പെടുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതറിയപ്പെടുന്നത് ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം എന്നാണ്. FIACS. അപ്പോൾ ഈ ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം കൊണ്ടുവന്നത് ഫ്ലാൻഡർ ആണ്. നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ക്ലാസ് റൂമിൽ നടക്കുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് കേട്ടോ. സയൻറ്റിഫിക് മെത്തഡ് ഓഫ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം എന്നല്ലേ, അല്ലെങ്കിൽ പ്രോബ്ലം അവയർനെസ് എന്നായിരിക്കും. ഓപ്ഷൻ്റെ അകത്ത് അതേ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏത് സെൻറ്റൻസ് ആണോ അത് എഴുതാം നമുക്ക്. ഓക്കെ. പെർസെപ്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. പ്രധാനമായിട്ട് 3 സ്റ്റേജ് പറയുന്നുണ്ട്: സെലക്ഷനും, ഓർഗനൈസേഷനും, ഇൻ്റർപ്രിട്ടേഷനും കേട്ടോ. റീഹാബിലൈറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, RCAയുടെ ഫുൾ ഫോം ആണ്. മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആക്ട് ചോദിച്ചിട്ടുണ്ട്. 1992 ആണ്. വർക്കിംഗ് മെമ്മറീസ് അസോസിയേറ്റഡ് വിത്ത് ഷോർട്ട് ടേം മെമ്മറി. അതുപോലെ തന്നെ കുട്ടികളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനക്ഡോട്ട റെക്കോർഡാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനെയർ ഉണ്ടല്ലോ, അത് ഏതാണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ തിരുത്തിയിട്ടുണ്ട്. അത് പരീക്ഷ ഭവൻ്റെ ആദ്യത്തെ ആൻസർ കീ വന്നപ്പോൾ സബ്ജക്റ്റീവ് ആയിരുന്നു ആൻസർ, പിന്നീട് റെക്ടിഫൈഡ് കീ വന്നപ്പോൾ ഒബ്ജക്റ്റീവ് ആയിരുന്നു. അങ്ങനെ തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ടൂളാണ്? ഒബ്ജക്റ്റീവ് ആണ്. എഫക്റ്റീവ് മെഷേഴ്സ് മാസ്റ്ററി ലെവൽ അച്ചീവ്മെൻറ്റ് ഇൻ എ സബ്ജക്റ്റ് ഈസ് നോൺ ആസ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. മറ്റു കുട്ടികളുടെ പെർഫോമൻസുമായിട്ട് താരതമ്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? നോം റെഫറൻസ് ടെസ്റ്റ് ആണ്. കൈറ്റ് ഫുൾ ഫോം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. എക്സ്പൊണൻ്റ് ഓഫ് ഡാൾട്ടൺ പ്ലാൻ ആരാണ്? ഹെലൻ പാഹേഴ്സ്റ്റ് ആണ്. NCF പറയുന്ന അനുസരിച്ച് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അല്ലേ 2005, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 അല്ലേ. അപ്പോൾ NCF പറയുന്ന അനുസരിച്ച് ടോട്ടൽ ടൈം ഫോർ ഹോംവർക്ക് 2 hours ആണ്. സിനറ്റിക്സ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിയേറ്റീവ് സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. NCERT നിലവിൽ വന്നത് 1961 ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ ഈസ് കോൾഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. മൈൻഡ് മാപ്പിംഗ് റെഫേഴ്സ് ടു, മൈൻഡ് മാപ്പിംഗ് എന്ന് വെച്ചാൽ റിസർച്ചിങ് ദ ഫങ്ഷൻ ഓഫ് ദ മൈൻഡ് ആണ്. മൈൻഡ് മാപ്പിംഗ് റെഫേഴ്സ് ടു റിസർച്ചിങ് ദ ഫങ്ഷൻ ഓഫ് ദ മൈൻഡ്. ഹ്യൂമൻ പേഴ്സണാലിറ്റി ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്.
ഒരു സ്കൂള് പെൺകുട്ടികളെ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ് ലെവൽ സോളോ സോങ് കോമ്പറ്റീഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്നു. ഇതെന്ന് പറയുന്നത് ജെൻഡർ ബയാസ് ആണ്. ക്രിട്ടിക്കൽ പെഡഗോഗി ഫേംലി ബിലീവ്സ് ദാറ്റ് ദ എക്സ്പീരിയൻസ് ആൻഡ് പെർസെപ്ഷൻസ് ഓഫ് ലേണർ ആർ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എക്സ്പീരിയൻസിനും പെർസെപ്ഷനുമാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ക്രിട്ടിക്കൽ പെഡഗോഗിയിൽ. ഒരു കുട്ടി തോറ്റു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ സിസ്റ്റം തന്നെ ഫെയിൽഡ് ആയെന്നാണ്. കരിക്കുലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുവാണ്. കരിക്കുലം ഈസ് ഇൻ്റർപ്രറ്റഡ് ടു മീൻ ഓൾ ദ ഓർഗനൈസ്ഡ് കോഴ്സസ്, ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസ് വിച്ച് സ്റ്റുഡൻസ് ഹാവ് അണ്ടർ ദ ഡയറക്ഷൻസ് ഓഫ് ദ സ്കൂൾ വെദർ ഇൻ ദ ക്ലാസ് റൂം ഓർ നോട്ട് ഈസ് സെഡ് ബൈ ആരാണ്? ഹിൽഡ ടാബയാണ് കേട്ടോ, ഓപ്ഷൻ ഡി. ഈ പ്രോബ്ലം സോൾവിങ്ങും ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് തിങ്കിങ്ങിൻ്റെ മെയിൻ ഫോമാണ് കേട്ടോ. പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് ആർ ടു മെയിൻ ഫോംസ് ഓഫ് റിയലിസ്റ്റിക് തിങ്കിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബേസ്ഡ് ഓൺ വൈഗോട്സ്കീസ് സോഷ്യൽ കൾച്ചറൽ തിയറി? ഏതാണ്? റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്.